ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ഗുഡ് മോർണിംഗ് മണിക്കുട്ടി. ആ നീ പണിച്ച് കുറെ നേരമായാ? നേരത്തെ നേരത്തെയാ? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അമ്മ മറന്നാ? ഇന്ന് എനിക്ക് ഇന്റർവ്യൂവിന് പോണ്ടേ? അയ്യോ സോറി ഡി, ഞാൻ മറന്നുപോയി ആ കാര്യം. അയ്യോ അപ്പൊ നീ പോയി റെഡി ആവ്, ഞാൻ പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. എനിക്ക് 9 മണിക്ക് പോണം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇന്റർവ്യൂ ആയതുകൊണ്ട് നല്ല ഡ്രസ്സ് എടുത്തിരുന്ന കേട്ടോ. ചോദിക്കാനാ ഞാൻ വന്നത്. ഏത് ഡ്രസ്? ആ കോളറുള്ള ഉടുപ്പില്ലേ, ആ ചുരിദാറ് റെഡ്. ആ അത് നനക്കേട്ടെ. ബെസ്റ്റ്. എന്നാ പിന്നെ ഏതെങ്കിലും വൃത്തിയുള്ള ഇത്തിരി അടക്കമുള്ള ഒരു ഉടുപ്പെടുത്ത്. ഓക്കെ, വലിയ ബഹളമൊന്നും ഇല്ലായിരുന്നു. ശരി. എന്റെ കൃഷ്ണ, എന്റെ കൊച്ചിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. അവർക്ക് ഈ ജോലി എങ്ങനെയായാലും കിട്ടണേ, രക്ഷിക്കണേ. ശരാ തത്തമ്മി കളി തത്തമ്മി എല്ലാ കഥ ചൊല്ലാതെടിയോളവാനി, എല്ലാ കഥ ചൊല്ലാതെടിയോളവാനി. കുമ്പിലെ തത്തമ്മി കിളി തത്തമ്മി എല്ലാ ഹലോ, നല്ല ഹാപ്പി മൂഡിലാണല്ലോ എന്റെ മോള്. ഇന്റർവ്യൂവിന് പോകാൻ റെഡി ആവാണല്ലേ മോളെ? എന്തായാലും നീ തേക്കല്ലേ, അച്ഛന്റെ ഈ ഷർട്ടും കൂടെ തേച്ചു. അയ്യോ എനിക്ക് സമയമില്ല, ഇപ്പൊ തന്നെ ഞാൻ ലേറ്റ് ആയി. ഈ ഉള്ള സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തേക്ക്. അതൊക്കെ പഠിക്കണ്ടേ, ഈ ടൈം മാനേജ് ചെയ്യാനൊക്കെ പഠിക്കണം. ഓ ഇനി അത് പിടിച്ച് കേറണ്ട, ഞാൻ തേച്ചോളാം. അതെ, ഇന്റർവ്യൂവിന് നീ ഈ ഡ്രസ്സാ ഇടുന്നത്? ആ അമ്മ പറഞ്ഞു ചുവന്ന ചുരിദാർ ഇടാൻ. അത് ഞാൻ അലക്കായിട്ടേക്കുന്ന വെച്ചാ, അതുകൊണ്ട് പിന്നെ ഇതിടാന്ന് വിചാരിച്ചു. ബെസ്റ്റ് മോളെ. ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴേ ഒരു ഐ കാച്ചിങ് ഡ്രസ്സിങ് ആയിരിക്കും. അതെ, നീ പോണത് എന്ത് ജോലിക്കാണ്? ടീച്ചിങ് ആണ്. ഒരു ടീച്ചർക്ക് ബെസ്റ്റ് സാരിയാണ്. സാരിയോ? ഈ ഒരു സാരി കൊടുത്തുണ്ട് പോ മോളെ. അതെ, അമ്മയുടെ ഒരു ബെസ്റ്റ് സാരി എടുത്തു മോളു കൊടുക്കും. അത് നല്ല ഐഡിയ അല്ലേ, സാരി എടുക്കല്ലേ. പിന്നെ ചുരിദാർ വേണ്ട, വെറുതെ സമയം കളഞ്ഞു. പിന്നെ വേറെ കാര്യം, ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ അവർ ആദ്യം നോക്കുന്നത് പഞ്ച്വാലിറ്റിയാണ്. കറക്റ്റ് ടൈമിന് അവിടെ എത്തണം. ഞാൻ കറക്റ്റ് ടൈമിൽ എത്തിയിരിക്കും, നോക്കിക്കോ. അച്ഛൻ കൊണ്ടുവിടാൻ വരാം. അച്ഛൻ കൊണ്ടുവിടാം. ഇല്ല, രാവിലെ അശ്വിനി വരാന്ന് പറഞ്ഞു, അവൾ എന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചോ? എന്നാ ഒരു കാര്യം ചെയ്യാം, പിക്ക് ചെയ്യാൻ അച്ഛൻ വരാം. തിരിച്ച് അവള് കാണൂലെന്ന് പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ല അച്ഛാ, ഇവിടെ അടുത്ത് തന്നെയല്ലോ, ഞാൻ വരാം ഉച്ചയ്ക്ക്. അത് നല്ലത് തന്നെ. എല്ലായിടത്തും ഒറ്റയ്ക്ക് പോയി വരണ ആ ഒരു പ്രാക്ടീസ് വേണമല്ലോ, നല്ലത് പറ്റുള്ളൂ. ഇതായും ചെയ്യാമേ. ആ പിന്നെ ഒരു കാര്യം, പണ്ട് മണിക്കുട്ടൻ മാമന്റെ ഷർട്ട് അയൺ ചെയ്ത പോലെ തേച്ച് തരില്ലേ? ഇല്ല. ശരി, പെട്ടെന്ന് റെഡിയാ കേട്ടോ. ഓക്കെ അച്ഛൻ വിട്ടോ, ഞാൻ അയൺ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ.